തുടങ്ങൂടാ, ഞാൻ തുടങ്ങും. എങ്ങനെയാ? ഓ, എന്റെ മോന്ത കാണാൻ പറ്റുന്നില്ലേ? ഓ ഓ എടാ, ഇത് പെർമിഷൻ ആരാ കൊടുക്കേണ്ടത്? താഴെ വരുന്നവരാ? ഞാൻ അറിയാതെ ഇവിടെ ആരും കേറില്ല. മനസ്സിലായോ ഗൈസ്? അങ്ങനെ പുതുമണവാളൻ വന്നിരിക്കുകയാണ്. നമ്മൾ റീയൂണിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഗൈസ്, കാർത്തിക് വന്നിരിക്കുകയാണ്. കല്യാണമൊക്കെ കഴിഞ്ഞ് തളർന്നിട്ട് നോക്കട്ടെ, സംസാരിക്കട്ടെ. എന്താണ് ഞങ്ങളുടെ ഫുഡ് ബ്ലോഗിൽ വേണമെങ്കിൽ നിനക്ക് ഗസ്റ്റ് അപ്പിയറൻസ് ഒക്കെ തരാം. സത്യം കേട്ടാ, അതൊരു പുച്ഛം കേട്ടാലേ. വേണ്ട വേണ്ട, നമുക്ക് പാവങ്ങളുടെ വ്ളോഗ്, നമ്മൾ മറ്റേ മണ്ണിന്റെ മണമുള്ള ഫുഡ് ബ്ലോഗ്സ്, അത് മതി. മഴ കണ്ടോണ്ടിരുന്നപ്പോ ഈ മാഹി മച്ച പൊക്കിക്കൊണ്ട് പോയ സാധനമൊക്കെ യൂഷ്വലി സന്ദീപ് കൈയാക്കണം ചെയ്യേണ്ടത്. ഞാൻ പുള്ളി അത് എൻജോയ് ചെയ്ത് ആ ബ്ലോഗ്, ഓരോരുത്തരുടെ ബ്ലോഗ് കാണുമ്പോഴാണ് ഞാൻ ഓരോ ആംഗിളും കാണുന്നത്. നീ ആ കണ്ടിട്ടേ ഇല്ല. ആകപ്പാടെ കാണുന്നത് സ്റ്റേജിലോട്ട് സ്രാവിനെയൊക്കെ പൊക്കിക്കൊണ്ട് വരണമെങ്കിൽ ഞാൻ കണ്ട്, നമ്മളാ സൈഡൊക്കെ കണ്ട്. അവനെ ഓൾറെഡി അവനെ അന്ന് ഫോണിലെ അവന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, അതെ നമ്മൾ ഒറ്റക്കെട്ടാണ്, മുണ്ടിന്റെ ഏരിയയിൽ കൈ വന്നുവല്ലോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവൻ ശ്രമിച്ചേട്ടോ, അവൻ ഇങ്ങനെയൊക്കെ വരുമ്പോ ഞാൻ ഇങ്ങനെ പറയട്ടെ, സെയിം ടീം എന്നുള്ള രീതിയില്. അതുകൊണ്ട് നമ്മള് ഞാൻ പതുക്കെ ഊരി, ഞാൻ ഇനി എന്റെ ജന്മത്തും മുണ്ടും. എടാ, ഞാൻ ഇത്ര വലിയ നിക്കറാണ് ഇട്ടോണ്ടിരുന്നത്, ഇത്രയും വലിയ നിക്കറ്. അപ്പൊ വലിച്ചോണ്ട് വരെ ഞാൻ ടാറ്റാന്ന് പറഞ്ഞ് ഞാൻ വേറെ പാന്റ് വാങ്ങിച്ചെടുത്തിട്ടുണ്ട്. മനസ്സിലായി? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പറ, കൊല്ലണേനെ വെട്ടണേനെ കാര്യം പറ, കേക്കട്ടെ. ഭയങ്കര ബോറായിരിക്കും ഈ വ്ളോഗ്, ബിക്കോസ് അനിമേ ആർക്കും ഇഷ്ടമല്ല. അതോപ്പല്ല ഇല്ല, ഇത് അവിടെ ചുമ്മാ വെട്ടും കുത്തിന്റെ ഒക്കെ കാര്യം പറയുന്നതും കേട്ടോണ്ടിരിക്കാം. വീട്ടിലുണ്ടാക്കിയ ഹെൽത്തി ചിക്കൻ, ഹെൽത്തി എന്നൊക്കെ പറയുന്നു. മാങ്ങ അയച്ച് മാങ്ങ കാണിക്കാൻ മറന്നുപോയി. ഓ, സുന്ദരുടെ അത് ക്ലിയർ സാപ്പിടാ. കൊള്ളാടാ, ഹെൽത്തി ആണോ? വേവിച്ചതേ ഉള്ളൂ എന്ന് തോന്നുന്നു. നമ്മളൊരു അൽഫാമിന്റെ ടേസ്റ്റ് ഒന്നും കാണാൻ ചാൻസ് ഇല്ല. ഹെൽത്തി ആവാനുള്ള കുഴപ്പമില്ല, നമുക്കും പോയി കഴിക്കാം ഗൈസ്. കമാ ഇങ്ങനെ പോവാം. സാപ്പിട്രാ എന്ത് ഇച്ചിയല്ല, ജമന്തി. ഇതൊക്കെ ഇടണം കേട്ടോ ഗൈസ്. അത് സനി പറഞ്ഞു കേട്ടോ, ഞാൻ തിരിച്ചില്ല. എന്നെ കാണിക്കും. ജമന്തി ഓവർ ഹെൽത്തി ആയി പോയല്ലോ. കോഴി തന്നെ ഇത്. ലുലുവിന് എനിക്ക് തോന്നുന്നു ഇഞ്ചക്ഷനൊക്കെ വെച്ച് വളർത്തിയ കോഴിയാന്ന് തോന്നുന്നു. കോഴിയെ വളർത്താം. മസാല മൂന്ന് ഫോണുമായിട്ടൊക്കെ ഇതിപ്പോ എടുത്തോളൂ, എനിക്കൊന്നും മനസ്സിലാവേണ്ടത്. ഇത് കുഴപ്പമില്ലെന്നാ വന്ന് ആരോ വന്ന് മണപ്പിക്കാൻ പുതിയായിട്ട്
ഷാരൂന്റെ കമ്പനിയാണ് ബിഹൈൻഡ് ദ സീൻസ് ഓഫ് എ വ്ലോഗ്. ആ വന്നിരിക്കേ, വന്നേ വന്നേ. ഇന്നാ നാറ്റിച്ചറ എല്ലാരും കൂടെ വ്ളോഗില് വൈറലാ. ഞാൻ റെക്കോർഡേ ചെയ്തില്ല, പേടിക്കണ്ട. ഞാൻ അങ്ങനെ അവനുമായിട്ട് നമ്മൾ നല്ല ടേംസിലാണ്. അയ്യോ എന്റെ വ്ളോഗ് ഇതൊക്കെ എനിക്ക് ആ കൂടെ ഉള്ള ഇതെല്ലാം കട്ട് ചെയ്ത് അങ്ങോട്ട് ഇടാകും. ആ ഇത് ഞാൻ എനിക്ക് വേണ്ടി മാത്രം വെച്ചേക്കും. നിങ്ങളെ സൗണ്ട് അല്ലേ കിട്ടിക്കോളൂന്നല്ലേ നീ ഇപ്പൊ പറഞ്ഞത്? അല്ല, റൂമിന്റെ അകത്ത് വെക്കുമ്പോ ഇത് ഊരി കഴിഞ്ഞാൽ കുറച്ചുകൂടാ. ഇതാ ഇത് വെച്ചൂടാ? അല്ല, അത് യൂസ് ചെയ്യാനുണ്ടാ? ആ ഞാൻ ഇത് എന്റെ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ചെറിയൊരു കൺഫൈൻഡ് സ്പേസിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് മൈക്കിന്റെ ആവശ്യം അധികം വരില്ല. അണ്ടർസ്റ്റാൻഡിൽ ഒരുപാട് ആൾക്കാരുണ്ട്, അവരെല്ലാം എലിമിനേറ്റ് നമ്മുടെ സൗണ്ടിൽ ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. മറ്റത് നമ്മുടെ സൗണ്ട് മുഴച്ച് നിൽക്കും. മറ്റേ ഞാൻ ഒരു മൈക്ക് കൈ പിടിച്ചിട്ട് മറ്റവരുടേത് ഇപ്പൊ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കണ ഡയലോഗ് കിട്ടൂല. ബ്ലോഗിംഗ് ലെസൺസ് ഞാൻ മൈക്ക് വെച്ചിട്ടില്ല. അത് BSLR അല്ലേ, കുറച്ചുകൂടെ കിട്ടും. ഇല്ല, ഐഫോൺ സൗണ്ട് ആണ് ബെറ്റർ. പിന്നെ ആണോ? 100%. ഓഹോ, എന്നാ പിന്നെ നോക്കാം. വ്ളോഗിങ്ങിന് ഐഫോൺ ഒരു ബീസ്റ്റാണ്. യെസ്, ഐഫോൺ കൊടൂര സാധനവും. ഫോൺ കളഞ്ഞു ഐഫോൺ ഗോൺ. നിന്റെ ഐഫോൺ പോയി. അയ്യോ ഞാൻ പോടാ. ഓ ഷാരു നല്ല തറവാടി ലുക്ക് ഉണ്ടല്ലോ അന്നൊക്കെ. ഓ പങ്ക റോക്ക് സ്റ്റാർ ലുക്കായിരുന്നു. നീ റോക്ക് ബാൻഡിലുണ്ടായിരുന്നാടാ പണ്ട്? ആര്? ഇല്ലല്ലേ, അതൊന്നും ആരും കാണൂല. ഓ അതോ ഇല്ലടാ, അത് ഗ്രൂപ്പിന്റെ പേര്. അത് ഫ്രീക്സ് അൺലീഷ്ഡ്. ഓ എന്തോടെ അത് വൈക്കിംഗ് ആടേ, വൈക്കിംഗ് സെറ്റപ്പ് ആയിരുന്നോ? മുടിയൊക്കെ ഉണ്ടായിരുന്ന എന്തൊരു ചെയ്തനാ. ഓ എന്നെ പറ്റി എനിക്ക് ഞാൻ റെഡിറ്റിന്റെ എന്തോ ഭക്താവെന്ന് അങ്ങനെ എന്തോ ഇല്ലേ, അതാണ് ഞാൻ. റെഡിറ്റിന് വേണ്ടി സനു മുഹമ്മദ്. ഓ ഷാരു ഡയറ്റിലാണെന്ന് തോന്നുന്നല്ലോ. അതിനെ ഫുള്ളോണോന്ന് വെച്ചാൽ അതിനെ പൊടിച്ചിട്ട് കൈ കൊടു. നല്ല ടേസ്റ്റ് ഉണ്ട്. എടേ നാളെ ഫ്രീ ആണോ നിങ്ങള്? എപ്പോഴെങ്കിലും കുറച്ച് ടൈം എടു, നമുക്ക് ഒരു വൈറൽ ചോക്ലേറ്റ് ടേസ്റ്റ് ചെയ്യാൻ പോവാം. കഫിഖാനയിൽ പോയിട്ട് ആ കോൺഫറൻസ് റൂം എടുത്തിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഫിക്സിന്റെ രാത്രി ഇറങ്ങാം. അവിടെ ലൈറ്റ് ഉണ്ടല്ലോ, ആ മറ്റേ ആ ടേബിൾ പോലത്തെ സ്ഥലമില്ലേ, അവിടെ നമുക്ക് പതുക്കെ ബുക്ക് ചെയ്തിട്ട് അവിടെ പോകാം. നമ്മൾ എല്ലാവർക്കും കണ്ടന്റാ. ഞാൻ അത് കണ്ടന്റ് ആക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ നോക്കിയപ്പോൾ കുറച്ച് ആൾക്കാരെ വേണം ടേസ്റ്റ് ചെയ്യാൻ. നമ്മൾ മാത്രം ടേസ്റ്റ് ചെയ്ത ഒരു എഫക്റ്റ് ഇല്ല. അതുകൊണ്ട് നിങ്ങളെയും കൂടെയൊക്കെ ഞാൻ ക്ഷണിക്കുകയാണ് ഗൈസ്. അതെ, ഏറ്റവും ശരിക്കും സങ്കടം തോന്നുന്ന മീമ് യവൻ കല്യാണം കഴിക്കുന്നത് തൊട്ട് സൈഡിൽ ഞാനിങ്ങനെ മറ്റേ അത് ശരിക്കും മലയാണ്ടായിരുന്നു അറിയോ, ഒന്ന് പാൻ ചെയ്തിട്ട് ഞാൻ അപ്പുറത്ത് പോണ്ടറാ, എന്നെ ആരും മൈൻഡ് ചെയ്തില്ല കേട്ടാ. സിംഗിൾ ഫ്രണ്ട് യവൻ പിന്നെ അവിടെ എക്സ്പ്രഷൻ ഇട്ടോണ്ട് നിന്നോണ്ടാണ് അവനെ എടുത്തത് കേട്ടോ. അല്ല എന്നെ യഥാർത്ഥ അർഹിക്കുന്നത് ഞാനായിരുന്നു.
ഫുഡ് തന്ത ആ അല്ല ആഹാര തന്ത. യെസ് യെസ് ഞാൻ കാണുന്നുണ്ട് ഇതൊക്കെ തുടങ്ങി വെച്ച ഈ രണ്ടെണ്ണമാണ് ഗൈസ്. എനിക്ക് ആഹാര തന്ത. എന്റെ അത് കഴിഞ്ഞിട്ട് തൊട്ട് താഴെ ഡാഡി ഷുഗർ ഡാഡി. കോൾ മീ ഫ്ലാഷ് എന്നുള്ള പേര് ഒരു തെണ്ടിയും പറയുന്നില്ലല്ലോ എന്നാണ്. ഇതേപോലെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ മറ്റേ റെഡിറ്റ് ചെയ്താലോ. സൈക്കോളജിക്കൽ മൂവ്. പഞ്ചാര തന്ത ഇങ്ങനെയൊക്കെ പേരുകളാണ്. ഇതൊക്കെ ആരിടുന്ന സ്ഥലം? നീ തന്നെടാ തെണ്ടി. ഞാൻ നീയും തോന്നോ ആ തെണ്ടിയും. നിങ്ങൾ രണ്ടും കൂടെ അന്നാ രാത്രി ഇരുന്ന് പറഞ്ഞുണ്ടാക്കിയതാണിത്. ഫുഡടി വിത്ത് കാർത്തിക് സൂര്യ. ഒന്നുമില്ല, അത് നിന്റെ എഡിറ്ററിനോട് ആദ്യം ഇടി കൊടുക്കാനുണ്ട്. അവനാണ് ഫുഡ് ആഡ് വിത്ത് കാർത്തിക് സൂര്യ എന്നിട്ടത്. Shit man. വേറൊരു ചാനൽ തുടങ്ങേണ്ടിയിരിക്കുന്നു. സത്യമാടാ, ഒരു കോണ്ടന്റ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. ഞാനൊരു കോണ്ടന്റ് ഉണ്ടാക്കാം ഈ മാസം. കഴിഞ്ഞ മാസത്തെ ഈ മാസം തന്നെ. ഇല്ല ഇല്ല യൂട്യൂബ് പൈസ ഡിലേ ആയിട്ടാണ് വരുന്നത്. ഈ യൂട്യൂബ് തെണ്ടിയുള്ള കാര്യം ഞാൻ ഈ മാസം വരുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അടുത്ത മാസം വരുവാണോ? ഒരു മാസം എപ്പോഴും ഒരു ഗ്യാപ്പ്. എന്റെ എല്ലാ പ്ലാനും പൊളിഞ്ഞു. അതുകൊണ്ട് കിട്ടിയാ മതിയായിരുന്നു. കിട്ടിക്കഴിഞ്ഞാൽ ചെലവാണ് കേട്ടോ എല്ലാവർക്കും മുട്ട പപ്സ്. നമ്മള് മുട്ട പപ്സ് വെച്ചല്ലേ തുടങ്ങിയത്. നട്ട്സ് മൊത്തം 1 കിലോ അവൻ തിന്നറ എന്ന് വന്നോളെ. 1 കിലോ നട്ട്സാ, അതിന്റെ കൂടെ ഫുഡും. വെരി ഹെൽത്തിയാടാ. അതെ, 1 കിലോ നട്ട്സും 1 കിലോ ചിക്കനും. ഓക്കെ കട്ട്. ഓ ഇവിടെയും കട്ട്. ഓക്കെ ബൈ. ഓഫ് ഇതൊക്കെയാണ് കേരളം. തള്ളി മറിക്കണടാ. തള്ളി മറിക്കുന്ന ശരണ്യ ഇത്. എല്ലാരും ബൈ പറയൂ. ഈ ഒരു ബ്ലോഗിലോട്ടുള്ള സീക്രട്ട് ഒക്കെ തീർന്നിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, അപ്പൊ ശരി, ബൈ ബൈ. ടാറ്റാ ഗൈസ്, ബൈ ബൈ. ബൈ ബൈ. ബൈ ബൈ.